നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ മാതാപിതാക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അത്യാവശ്യമായ ചില പ്രധാന കാര്യങ്ങളാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. നിങ്ങൾ കുട്ടികളെ സ്നേഹം കൊണ്ടൊരു നിമിഷം മൂടുകയും അടുത്ത നിമിഷം നിങ്ങളുടെ മൂഡ് മാറുമ്പോൾ അവർ തീരെ പ്രതീക്ഷിക്കാത്തതുപോലെ ഭീവത്സമായി പെരുമാറുകയും ചെയ്യാറുണ്ടോ? ഓർത്തു നോക്കൂ, അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് കരുതേണ്ടത്? ഒരു സന്ദർഭത്തിൽ കുട്ടി ചെയ്ത തെറ്റിന് ഒരു തരത്തിലും വേറൊരു സന്ദർഭത്തിൽ അതിന് വിപരീതമായും പെരുമാറിയാൽ അവരുടെ കൊച്ചു മനസ്സ് ആകെ തെറ്റിദ്ധരിക്കപ്പെടും. മാത്രമല്ല, നിങ്ങൾ കുട്ടികളോട് ഇത് തെറ്റാണ്, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അത് ചെയ്യുന്നത് കുട്ടികൾ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കള്ളം പറയരുത്, വഴക്കുണ്ടാക്കരുത്, അലറി വിളിച്ച് ബഹളമുണ്ടാക്കരുത്, കള്ളോ മദ്യമോ അതുപോലുള്ള സാധനങ്ങളോ ഒന്നും കഴിക്കരുത്, ചീത്ത വാക്കുകൾ മറ്റുള്ളവരെ വിളിക്കരുത്, മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം വേറൊരാളോട് പറയരുത് തുടങ്ങി എന്തെല്ലാം നിങ്ങൾ അവരോട് അരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് സ്വയം ഒന്ന് ആലോചിച്ചു നോക്കൂ. അത് ശരിയാണോ? നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റാണ്. ഭാര്യ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം കുറ്റം പറഞ്ഞ് ഉപ്പില്ല, എരിവാണ്, ചൂടില്ല, ഗുണമില്ല, ഇങ്ങനെ പലതും പറഞ്ഞ് നീക്കിത്തള്ളി കസേര വലിച്ച് ശബ്ദമുണ്ടാക്കി എണീറ്റു പോകുന്ന ഭർത്താവും ഭർത്താവിനോടൊച്ചയിൽ ബഹളമുണ്ടാക്കുന്ന ഭാര്യയും കുഞ്ഞുങ്ങൾക്ക് എന്ത് മാതൃകയാണ് കൊടുക്കുന്നത്? നിങ്ങൾ ഭക്ഷണം കൊടുത്ത് അവരുടെ വയറ് നിറയ്ക്കുന്നുണ്ടാകാം. പക്ഷേ അവർക്ക് നിറയാൻ ശരീരത്തിൽ മറ്റൊരു ഇടം കൂടിയുണ്ട്, മനസ്സ്. സ്നേഹത്തിനും സന്തോഷത്തിനും നല്ല ഓർമ്മകൾക്കും നിറയാനുള്ള ഒരു സ്ഥലമാണ് അവിടം. പക്ഷേ അവിടെ നിങ്ങൾ എന്തുകൊണ്ടാണ് നിറയ്ക്കുന്നത്? എപ്പോഴെങ്കിലും മാതാപിതാക്കളായ നിങ്ങൾ അത് ചിന്തിക്കാറുണ്ടോ? പഠിച്ച് വലുതാക്കാനും വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ ഒരു നല്ല വ്യക്തിയായി വളർത്താൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? പഠിപ്പിന് വേണ്ടി ഓൺലൈൻ ട്യൂഷനും ഓഫ്ലൈൻ ട്യൂഷനും നിങ്ങൾ അവർക്ക് കൊടുക്കുമായിരിക്കും. അതിനുവേണ്ടി ധാരാളം കാശും ചിലവാക്കുന്നുണ്ടാകാം. എന്നാൽ ഒരു നല്ല വ്യക്തിയായി വളരേണ്ടതിൻ്റെ ആവശ്യം അവരെ മനസ്സിലാക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതിനെക്കുറിച്ച് അവരോട് നിങ്ങൾ പറയുന്നുണ്ടോ? ഒരാൾ ജീവിതത്തിൽ എത്ര ഉയർന്നാലും ഒരു നല്ല വ്യക്തി അല്ലാതായി ജീവിച്ചാൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് നിങ്ങൾ മക്കളോട് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? അത് നിങ്ങൾ അവരോട് നേരിട്ട് പറയാതെ ഇരിക്കുമ്പോൾ അവർ ചുറ്റും നോക്കി കണ്ടു പഠിക്കണം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നു, അല്ലേ? എവിടുന്ന് എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അതിനുവേണ്ടി നിങ്ങൾ പണം ചെലവഴിച്ചാൽ കിട്ടുന്നതാണോ ആ വ്യക്തിപ്രഭാവം? അത് നിങ്ങൾ സ്വയം അവർക്ക് കാണിച്ചു കൊടുക്കണം. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? പകരം നിങ്ങൾ ജീവിതം പല വിധത്തിലും ആസ്വദിക്കുന്നു. കുട്ടികളോട് അരുത് എന്ന് പറയുന്നതൊക്കെ തന്നെ നിങ്ങൾ വീട്ടിലും പുറത്തും പോയി ചെയ്ത് കാണിക്കുന്നു. കൂടാതെ കൂടെ ഉള്ളവരുടെ മക്കളും അവരുടെ നേട്ടങ്ങളും ആയി സ്വന്തം കുട്ടികളെ താരതമ്യം പറഞ്ഞ് വീട്ടിൽ വഴക്ക് ഉണ്ടാക്കുന്നു, അവരെ ശാസിക്കുന്നു, ശാപവാക്കുകൾ വിളിക്കുന്നു, പോയി തുലഞ്ഞുകൂടെ എന്ന വ്യംഗ്യരൂപേണ വഴക്ക് പറഞ്ഞ് സ്വന്തം ടെൻഷൻ കുറയ്ക്കുന്നു. ഒക്കെ സഹിക്കാവുന്നതിലും അപ്പുറമാകുമ്പോൾ അവർ ഒരു ദുർബല നിമിഷത്തിൽ എല്ലാം അവസാനിപ്പിക്കുന്നു. പിന്നെ നിങ്ങൾ നെഞ്ചത്തടിച്ച് വിലപിക്കുന്നു. ഒന്ന് ഓർക്കുക, ഓഷോ പറയുന്നത് പോലെ, യു ആർ യു, ഐ ആം ഐ, ആൻഡ് നോബഡി ഈസ് നൈദർ ഈക്വൽ, സുപ്പീരിയർ ഓർ ഇൻഫീരിയർ. എവരിബഡി ഈസ് യുണീക്ക്. ഈ കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്തേ നിങ്ങൾ ഓർക്കാത്തത്? നിങ്ങളുടെ കുട്ടിക്ക് മറ്റൊരാളുടെ കുട്ടിയുടെ കഴിവും ബുദ്ധിയും കിട്ടണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ 2 മക്കളിൽ ഒരാളെപ്പോലും മറ്റേയാളുമായി കമ്പയർ ചെയ്യരുത്, താരതമ്യം ചെയ്യരുത്. മറ്റേയാളാകണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പോലും ശരിയല്ല. അതിനുവേണ്ടി അവരെ തമ്മിൽ താരതമ്യം ചെയ്ത് മറ്റേയാളുടെ ഉള്ള സർഗശേഷി കൂടി നിങ്ങൾ ഇല്ലാതാക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. ഓരോരുത്തരും അവരവരായി വളരാൻ അനുവദിക്കുക. അവർ അവരവരായി തീരട്ടെ. ഓരോ മാതാപിതാക്കൾക്കും മക്കളെ വളർത്തുന്നതിന് കിട്ടുന്നത് അവരുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ. അത് വിജയപ്രദമായി തീർക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക. അതിൽ നിങ്ങൾ പരാജയപ്പെടാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഹോംവർക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഒരു ലാസ്റ്റ് ആൻഡ് ഫൈനൽ എക്സ്പീരിയൻസ് ആണെന്നും നിങ്ങൾ ഓർക്കണം. പെർഫോം വെൽ. ഓൾ ദ വെരി ബെസ്റ്റ് ഡിയേഴ്സ്. ഒരു കോളേജ് അധ്യാപികയായിരുന്ന എനിക്ക് ജീവിതത്തിൽ ഉടനീളം ഇതുപോലെ പല സന്ദർഭങ്ങളും കാണാൻ ഇടവന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.